ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇന്നൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയാലോ. അയില ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. നമ്മൾ അയിലയും കുടംപുളിയും അതുപോലെ തന്നെ നല്ല തക്കാളിയൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ടൊരു അടിപൊളി അയിലക്കറി. അപ്പോൾ നമ്മുടെ നാടൻ അയിലക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു അയില 4 പീസാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1 തക്കാളി എടുത്തിട്ടുണ്ട്, 3 കുടംപുളി എടുത്തിട്ടുണ്ട്, 3 പീസാണ്. അതുപോലെ തന്നെ 1 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം മീനൊന്ന് വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുടംപുളി കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. അതിലേക്കായിട്ട് നമുക്ക് ഇഞ്ചി ചതച്ചത് വേണം, പച്ചമുളകൊന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീടാണ് ചേർക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ചട്ടി ചൂടാക്കി എടുക്കാം, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് ആദ്യം ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് എണ്ണയിൽ വഴറ്റിയിട്ടും ചെയ്യാം, ഇതുപോലെയും ചെയ്യാം കേട്ടോ. 2 രീതിയിലും ഈ മീൻ വറ്റിച്ച് വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഡയറക്റ്റ് വെള്ളത്തിലേക്കാണ് എല്ലാം ചേർക്കുന്നത്. 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. എരിവിന് നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട്. പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കുക. ഇത് നമുക്ക് തലേ ദിവസം വറ്റിച്ച് വയ്ക്കാം. ഈ അയില മാത്രമല്ല, നമ്മുടെ വറ്റ, അതുപോലെയുള്ള കരിമീൻ, ഇതുപോലെയുള്ള വലിയ മീനുകൾ ഏതായാലും ചെറിയ മീനുകളാണെങ്കിലും തലേ ദിവസം വറ്റിച്ച് വെച്ചിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടംപുളി ചേർത്ത് കൊടുക്കുക. പുളി നിങ്ങളുടെ ഇഷ്ടത്തിന് തീരുമാനിക്കുക. ഞാനിപ്പോൾ 3 പീസ് ചേർത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ചേർക്കും, തക്കാളിയുടെ പുളി അധികം വരില്ല. ഇതിലേക്ക് നമ്മൾ മീനിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക, 1 തണ്ട് കറിവേപ്പിലയും ചേർക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളയ്ക്കാൻ വിടുക. നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ മീൻ ചേർക്കുന്നത്. അപ്പോൾ തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് മീൻ ചേർത്ത് വറ്റിച്ചെടുക്കണം. ഈ വെള്ളം വറ്റി വരണം, അതുവരെ നമ്മൾ മീൻ ചേർത്ത് തിളപ്പിക്കുക. അപ്പോൾ മീൻ കുക്കാവാൻ ആവശ്യമായിട്ടുള്ള 1 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി ഇത് തിളയ്ക്കട്ടെ, അപ്പോൾ നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇതാ തിളച്ചു തുടങ്ങി. നമുക്കിനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. പിന്നെ നത്തോലി പോലെയുള്ള ചെറിയ മീനുകളുണ്ടല്ലോ, അങ്ങനെയുള്ള മീനുകൾ ഇട്ട് കൊടുക്കാതിരിക്കുകയായിരിക്കും നല്ലത്. ഇതുപോലെ കുറച്ച് കട്ടിയുള്ള മീനുകളായിരിക്കും ഇങ്ങനെ വറ്റിച്ച് വെക്കാൻ നല്ലത്. അപ്പോൾ നമ്മൾ ഇഞ്ചി മാത്രം ചേർത്തിട്ടില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തു. ഇനി മീനൊന്ന് കുക്കായി വരട്ടെ, ഈ ഒരു ഗ്രേവി ഒന്ന് വറ്റി വരട്ടെ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം. അരപ്പ് റെഡിയാക്കാനായിട്ട് നമുക്ക് വേറെ ഒന്നും ചേർക്കാനില്ല. ഈ തേങ്ങ മാത്രമേ അരച്ചെടുക്കാനുള്ളൂ. കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. സാധാരണ നമ്മൾ അരയ്ക്കുന്ന പോലെ നന്നായിട്ട് അരയണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ അരപ്പ് ഇതാ റെഡി ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി പോയാലും കുഴപ്പമില്ല, വെള്ളം കുറഞ്ഞു പോരുത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം നമ്മുടെ അരപ്പിന് ആവശ്യമാണ്. നമ്മുടെ ഗ്രേവി വറ്റിച്ചാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് അരപ്പിന് വെള്ളം ആവശ്യമാണെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ അരപ്പ് മാറ്റി വയ്ക്കാം, ഗ്രേവി ഒന്ന് വറ്റി വരട്ടെ. നമ്മുടെ ഗ്രേവി ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒരുപാട് പഴുത്ത തക്കാളി ചേർക്കുന്നതിനേക്കാൾ കുറച്ച് പഴുപ്പ് കുറഞ്ഞ തക്കാളി ചേർക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ കുറച്ച് വലിയ പീസുകളായിട്ടാണ് തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. തക്കാളി ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. തക്കാളി ചേർക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. തക്കാളി ചേർത്തില്ല എന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിലേക്ക് ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അരപ്പ് ഇതാ ഒഴിച്ചു കൊടുക്കുകയാണ്. ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കുക. ഞാൻ ഇത്രയും സമയം ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അനക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കരുത്, ഒന്ന് അനക്കി കൊടുക്കുക. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് കുറച്ചുകൂടി വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അരപ്പിലേക്ക് ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അരപ്പൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമല്ലോ, അതുകൊണ്ടാണ് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. വളരെ സിമ്പിളാണ് കേട്ടോ ഈ ഒരു മീൻ കറി എന്ന് പറയുന്നത്. ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. തലേ ദിവസം വറ്റിച്ച് വെക്കുകയാണെങ്കിൽ ഏറ്റവും ടേസ്റ്റിയാണ്. തലേ ദിവസം വറ്റിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം തേങ്ങാപ്പാലോ അല്ലെങ്കിൽ ഇതുപോലെ തേങ്ങ അരച്ചോ ഒഴിച്ചിട്ട് മീൻ കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി നമുക്ക് കഴിക്കാം. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇനിയിപ്പോൾ മീൻ കറി ഒന്ന് നന്നായിട്ട് അരപ്പൊക്കെ ചേർന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് വേറെ 1-2 കാര്യങ്ങൾ ചേർക്കാനുണ്ട്. അപ്പോൾ തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അടച്ചൊന്നും വെക്കണ്ട, ആദ്യം നമ്മൾ അടച്ചു വെക്കണം. നമ്മൾ തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ, മീൻ ചേർത്തിട്ട് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അടച്ചു വെച്ച് വേവിക്കണം. അതിനുശേഷം പിന്നെ നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള കാര്യങ്ങൾ തിളച്ച് വന്നിട്ട് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ കറി അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചിയുടെ പീസ് ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് ചതച്ച് ചേർക്കുക. മുറിച്ച് ചേർക്കരുത്, ചതച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. ഈ ഇഞ്ചിയുടെ ഫ്ലേവർ ഒന്ന് നമ്മുടെ കറിയിലേക്ക് നന്നായിട്ട് പിടിക്കാനാണ് നമ്മൾ ചതച്ച് തന്നെ ചേർക്കണം എന്ന് പറയുന്നത്. ഇനി ഇഞ്ചിയും കൂടി ചേർന്ന് ഒന്ന് കുക്കായി വന്നു കഴിയുമ്പോൾ നമുക്ക് കറി ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഈ ഒരു കറിയുടെ പരിപാടി. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കറിയാണ്. നമുക്ക് വൈകുന്നേരം സമയമുണ്ടെങ്കിൽ വറ്റിച്ച് വയ്ക്കുക, രാവിലെ തേങ്ങാപ്പാൽ ഒഴിക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ തേങ്ങ അരച്ചൊഴിക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കുകയാണെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റാണ്. തേങ്ങ അരച്ചൊഴിക്കുകയാണെങ്കിൽ കറിയുടെ ആ ഒരു ചാറിന് കുറച്ച് തിക്നെസ് കൂടുതലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ തിക്നെസ് ഉള്ള ചാറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ച് തന്നെ ഒഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ്. ഈ വെളിച്ചെണ്ണയുടെയും ഫ്ലേവറൊക്കെ ഒന്ന് നമ്മുടെ കറിയിലേക്ക് പിടിക്കാനാണ് നമ്മൾ ഇപ്പോഴേ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർക്കേണ്ടത്, നമ്മളിപ്പോൾ ഉലുവയൊന്നും ചേർത്തിട്ടില്ലല്ലോ കറിയിൽ, അതുകൊണ്ട് തന്നെ കുറച്ച് ഉലുവപ്പൊടി ചേർക്കണം. കുറച്ചെന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും ചേർക്കരുത്. ഒരു 2 പിഞ്ച് ഉലുവപ്പൊടി. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കറി ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി ഒന്ന് ചുറ്റിച്ചെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കുക. ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് ഇന്ന് റെഡിയാക്കിയിട്ട് നാളെ ഉച്ചയ്ക്ക് എടുക്കുക, അല്ലെങ്കിൽ ഇന്ന് രാവിലെ റെഡിയാക്കിയിട്ട് ഇന്ന് രാത്രിയിലത്തേക്ക് തയ്യാറാക്കിയ ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. റെഡിയാക്കിയിട്ട് ഉടനെ തന്നെ ഈ ഒരു മീൻ കറി കഴിക്കരുത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റില്ല. മീനിലേക്ക് പുളിയൊക്കെ പിടിച്ച് കറക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ വയ്ക്കുക, അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ എങ്കിലും വയ്ക്കുക. അപ്പോഴാണ് മീൻ കറിയുടെ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുക. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാൻ പോവാണ്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് കറി വീണ്ടും കുറച്ച് സമയം കൂടി തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഗ്രേവിയുടെ പാകത്തിലാണ് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി തയ്യാറാക്കി നോക്കും എന്ന് വിചാരിക്കുന്നു. മീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മീൻ കറിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പികൾ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുത്തോളൂ കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വഴറ്റാതെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ ഒരു മീൻ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറന്നു പോകരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.